ശ്രീ വി കെ സനോജ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്, അത് സർക്കാരിന് ചെയ്തേ മതിയാകൂ. നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഭേദഗതിയിലേക്ക് സർക്കാർ കടന്നത്. ശരിയാണ്. ഒറ്റ രാത്രി പിന്നിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ പറഞ്ഞോളൂ. കേരളത്തിൽ ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് നേരത്തെ തന്നെ ഗവൺമെന്റ് വിശദീകരിച്ചതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് കോടതി തന്നെ ഇത് സംബന്ധിച്ച് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. DGPയോടും ചീഫ് സെക്രട്ടറിയോടും നിയമത്തിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സ്ത്രീകൾക്കെതിരായി, കുട്ടികൾക്കെതിരായി, ട്രാൻസ്ജെൻഡർമാർക്കെതിരായിട്ട് എന്ന് വേണ്ട ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം ഏത് വിധേനയും സൈബറിടത്തിൽ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം വേണമെന്ന് സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും നിരവധിയായ ആളുകളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനൊരു കാര്യവുമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ ഈ സതുദ്ദേശപരമായി എടുത്തിട്ടുള്ള ഈ ഉത്തരവ് നാളെ ദുരുപയോഗം ചെയ്യേക്കാൻ സാധ്യതയുണ്ട് എന്ന് വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അഭിപ്രായങ്ങളുണ്ടായി. ആ അഭിപ്രായത്തെ, ആ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ അഭിപ്രായത്തെ ഗവൺമെൻറ് മാനിച്ചു എന്നുള്ളത് അതൊരു വലിയ തെറ്റായിട്ട് ചില ആളുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതൊരു തെറ്റല്ല, അത് ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ പ്രയോഗമായിട്ടാണ് സാധാരണ ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, അതിൽ മാറ്റം വരുത്തുന്നു, വലിയ കാര്യമാണ്, പ്രശംസനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടാൻ വേണ്ടി ഇത്ര തിടുക്കത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഓർഡിനൻസ് കൊണ്ടുവരേണ്ട സാഹചര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. DGPക്കും ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് അഭിപ്രായം ചോദിക്കുകയാണ്, അവിടെ ആ കാര്യങ്ങൾ സംബന്ധിച്ച് ഇടപെടണമെന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഈ സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, എന്തിനാണ് നമ്മൾ അതൊക്കെ മറച്ചു വെക്കുന്നത്? യഥാർത്ഥത്തിൽ ചാനൽ അവതാരകന്മാർക്കെതിരായിട്ട്, ചാനലുകളിൽ പരിപാടി അവതരിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ട് ആർക്കൊക്കെതിരായിട്ടാണ് അധിക്ഷേപങ്ങൾ വരുന്നത്? അപ്പോൾ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി ആർക്കെതിരായിട്ടും എന്ത് അധിക്ഷേപം വിളിച്ചു പറയാം, ആളുകളുടെ കുടുംബം തകർക്കാം, ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം വേണ്ടതുണ്ട്. അത് കേരളത്തിലെ മൊത്തം സമൂഹത്തിന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് പോയത്. അപ്പോൾ ഗവൺമെന്റ് അങ്ങനെ സതുദ്ദേശപരമായി അങ്ങനെ ഒരു കാര്യത്തെ മുൻനിർത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അത് സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും ആ ഉത്തരവ് നാളെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്ന ഏറ്റവും ശരിയായ നല്ല നിർദ്ദേശങ്ങൾ വന്നു, നല്ല അഭിപ്രായങ്ങൾ വന്നു. അത് ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിലെന്താ തെറ്റ്? ആ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആ ഒരു വിശാലമായ മനസ്സല്ലേ കാണിക്കുന്നത്, അതിനെന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അപ്പോൾ ഈ രണ്ട് പ്രശ്നവും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടത്തി കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്ത് കൂടുതൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ടുള്ളൊരു നിയമനിർമ്മാണത്തെ പറ്റി തന്നെയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ആ നിയമനിർമ്മാണം ഗവൺമെന്റ് നടത്തും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ശരിയാണ്.